അടിമാലി ലക്ഷം വീട് ഉന്നതിയിലേക്ക് കുന്നിടിഞ്ഞു വീണതിന് സമീപം വീണ്ടും വിള്ളൽ. വലിയ തോതിലുള്ള മൺകൂന അടർന്നു വീഴാറായ നിലയിലാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്കെത്തിയ സംഘമാണ് വിള്ളൽ കണ്ടെത്തിയത്. പ്രദേശത്ത് അപകട സാധ്യത നിലനിൽക്കുന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലേക്ക് പതിച്ച കുന്നിന്റെ ബാക്കി ഭാഗമാണ് അടർന്നു വീഴാറായ നിലയിൽ സ്ഥിതി ചെയ്യുന്നത്. പ്രദേശവാസിയായ ദേവസിയുടെ ഭൂമിയിലെ അശാസ്ത്രീയ മണ്ണെടുപ്പാണ് വീണ്ടും അപകട ഭീഷണിയായി നിലനിൽക്കുന്നത്. 40 ഡിഗ്രി ചെരിവിൽ മണ്ണെടുക്കേണ്ടിടത്ത് കുത്തനെ മണ്ണെടുത്തത് ദുർബലമായ പ്രദേശത്തെ മണ്ണിടിയാൻ കാരണമായി. ഭൂമി രണ്ടായി വിണ്ടുകീറിയ നിലയിലാണ് ദുരന്തമുണ്ടായ സ്ഥലത്തെ നിലവിലെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്താൽ വീണ്ടും മണ്ണിടിയാൻ സാധ്യത ഏറെയാണ്. ഉച്ചയോടെ പ്രദേശത്തെത്തിയ പ്രത്യേക സംഘം സാഹചര്യം വിലയിരുത്തി. വരും ദിവസം വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. 2 ദിവസത്തിനകം ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കാൻ നിർദ്ദേശമുണ്ട്. വിശദമായ റിപ്പോർട്ട് 4 ദിവസം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജിയോളജി, മണ്ണ് പരിവേഷണ സംഘം, പൊതുമരാമത്ത്, ഗ്രൗണ്ട് വാട്ടർ എന്നീ വകുപ്പുകൾ നേര്യമംഗലം മുതൽ മൂന്നാർ വരെ നീളുന്ന പ്രദേശത്ത് പരിശോധന നടത്തും. അപകട സാധ്യത പ്രദേശങ്ങൾ കണ്ടെത്തിയായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. വിശദമായ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പ്രദേശത്തെ നിർമ്മാണ ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ്. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.